നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണി ഫലം പുറത്തു വന്നു. പ്രതീക്ഷിച്ച പോലെ UDF സ്ഥാനാർത്ഥി ജയിച്ചു. അത്ഭുതങ്ങളൊന്നും ഉണ്ടായില്ല. ചെറിയ ഒരു കൗതുകം എന്ന് പറയാവുന്നത് MLA സ്ഥാനം രാജിവെച്ച് സ്വതന്ത്രനായി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച PV അൻവർ ഏതാണ്ട് 20,000-ഓളം വോട്ടുകൾ പിടിച്ചു എന്നുള്ളത് മാത്രമാണ്. മറ്റെല്ലാ വിധത്തിലും LDFും UDFും തമ്മിൽ നേർക്കുനേർ പോരാട്ടമായിരുന്നു. ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമല്ല. മലപ്പുറം ജില്ലയിലാണ്. കുടിയേറ്റക്കാരും മുസ്ലിം സമുദായ അംഗങ്ങളും ധാരാളമുള്ള ഒരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും അവിടെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമൊക്കെയാണ് മേൽക്കൈ ഉള്ളത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അത്ര തന്നെ വേരോട്ടമുള്ള പ്രദേശമല്ല. മാത്രമല്ല, സാധാരണയായിട്ട് LDF വലിയൊരു മത്സരത്തിന് കോപ്പ് കൂട്ടാത്ത മണ്ഡലവുമാണ്. സാധാരണയിൽ അവിടെ ഏതെങ്കിലും ഒരു സ്വതന്ത്രനെ നിർത്തി ഭാഗ്യം പരീക്ഷിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു ഭാഗ്യപരീക്ഷണത്തിൽ കൂടി വന്ന ആളാണ് PV അൻവർ തന്നെ. അപ്പോൾ ഇത്തവണയും അതുപോലെ ഒരാളെ മത്സരിപ്പിക്കും എന്നാണ് വിചാരിച്ചെങ്കിലും PV അൻവർ തന്നെ UDFിനെതിരായിട്ട് ഒരു റിബൽ സ്ഥാനാർത്ഥിയെ പോലെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പെട്ടെന്ന് രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമായി തീർന്നു എന്ന് തെറ്റിദ്ധരിച്ച് LDF അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുകയും വളരെ ഫലപ്രദമായ രീതിയിൽ പ്രവർത്തനം നടത്തിച്ചു. പക്ഷേ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമായി: സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ളൊരു ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിലും തുല്യനിലയിലുണ്ട്. മാത്രവുമല്ല, മറ്റ് പല സ്ഥലങ്ങളിലും ഇല്ലാത്ത രീതിയിൽ മലയോര പ്രദേശമാണ്. അവിടെ ഈ കാട്ടുപോത്തിൻ്റെയും കടുവയുടെയും കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയൊക്കെ ഉപദ്രവം വേറെയുമുണ്ട്. അപ്പോൾ ആ വിഭാഗങ്ങൾക്കിടയിൽ ഈ മലയോര കർഷകരുടെ ഇടയിലൊക്കെ വിശേഷിച്ചും വളരെ ശക്തമായ രീതിയിൽ സർക്കാരിനോടുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അതിനു പുറമെ ക്ഷേമ പെൻഷൻ വൈകുന്നുകൊണ്ട് ഉള്ള അമർഷമുണ്ടായിരുന്നു. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം വൈകുന്നതിൽ, അവരുടെ ക്ഷാമബത്ത കിട്ടുന്നതിൽ താമസം വരുന്നതിലൊക്കെ ഉള്ള എതിർപ്പ് ഉണ്ടായിരുന്നു. അത് ഏറ്റവും വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പോസ്റ്റൽ വോട്ടിൻ്റെ കാര്യത്തിലാണ്. പോസ്റ്റൽ വോട്ട് ചെയ്യുന്നത് സർവീസ് വോട്ടർമാരാണ്. അവരുടെ വോട്ടുകൾ എണ്ണിയപ്പോൾ അവിടെ ഷൗക്കത്തിനാണ് കൂടുതൽ വോട്ടുകൾ കിട്ടിയത്. സ്വരാജിൻ്റെ പുറകിൽ തന്നെ PV അൻവറും BJPയും ഉണ്ട്. സാധാരണയിൽ ഈ വോട്ട് വലിയ വ്യത്യാസം LDF സ്ഥാനാർത്ഥിക്ക് ഗുണകരമായിട്ട് ഉണ്ടാകാറുള്ളതാണ്. ഇത്തവണ അത് ഉണ്ടായില്ല എന്നല്ല, LDF സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തേക്ക്. അതേ വികാരം മറ്റ് വോട്ടർമാരുടെ ഇടയിലും പ്രതിഫലിച്ചു. പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അവരവിടെ വീട് കയറി പ്രചരണം നടത്തിയിരുന്നു. പിന്നെ UDF മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട രീതിയിൽ ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെച്ചു. VD സതീശനും അദ്ദേഹത്തിൻ്റെ ഉറ്റ സഹപ്രവർത്തകരും അവിടെ നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾക്ക് എല്ലാം നേതൃത്വം കൊടുത്തു. അതും ഫലപ്രദമായി. പിന്നെ ചാണ്ടി ഉമ്മൻ വീട് വീടാന്തരം കയറി വോട്ട് ചോദിച്ചു. അതുമൊക്കെ ഒരു ഗുണകരമായ രീതിയിൽ UDFന് തീർന്നു എന്നുള്ളത് സത്യമാണ്. ആര്യാടൻ ഷൗക്കത്ത് അത്ര ഗംഭീരനായ ഒരു സ്ഥാനാർത്ഥിയല്ല എങ്കിൽ പോലും ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് ഒരു താല്പര്യം അദ്ദേഹത്തോട് വോട്ടർമാർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാ ഘടകങ്ങളും UDFന് അനുകൂലമായിട്ട് വന്നപ്പോൾ ഭരണവിരുദ്ധ വികാരവും സ്ഥാനാർത്ഥിയും പ്രവർത്തനവും പ്രചരണവും എല്ലാം മെച്ചപ്പെട്ട രീതിയിൽ വന്നപ്പോൾ, മാത്രവുമല്ല അവിടെ അൻവർ പ്രതിനിധീകരിച്ചിരുന്ന വേറൊരു വികാരം കൂടി ഉണ്ടായിരുന്നു. അതായത് കേരള പോലീസിൽ കാവ്യവൽക്കരണം നടക്കുന്നു, അതുകൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്നൊരു പരാതി അദ്ദേഹം ഉയർത്തി. ആ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് അൻവർ മുന്നണി വിട്ടു വന്നത്. അപ്പോൾ ആ ഒരു വിഷയം അൻവർ തുടർന്ന് ഉന്നയിക്കുകയും അതിൽ ആകൃഷ്ടരായ കുറേ പേർ, അതിൽ ഒന്നാം തരം വർഗീയവാദികളും മതമൗലികവാദികളും മതരാഷ്ട്രവാദികളും ഒക്കെ ഉണ്ടായിരുന്നു. ആ വോട്ടുകൾ അന്യത ആര്യാടൻ ഷൗക്കത്തിന് കിട്ടുന്ന വോട്ടുകളുമായിരുന്നില്ല. ആ വോട്ടുകൾ സ്വരാജിലേക്ക് പോകാതെ അൻവറിലേക്ക് വന്നു എന്നുള്ളതുകൊണ്ട് അൻവറിന് ഈ 19,000 പേരെ വോട്ട് കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടുമായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സവിശേഷമായ രാഷ്ട്രീയ സാമുദായിക സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി ആ മണ്ഡലത്തിൽ PV അൻവർ വിജയിച്ചു. ആ 3 സ്ഥാനാർത്ഥികളിലും വെച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരാൾ അൻവറാണ്. പിന്നെ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം സൈദ്ധാന്തികനോ താത്വിക ആചാര്യനൊന്നും അല്ലാത്തതുകൊണ്ട് നിലമ്പൂരുകാരനും ഉണ്ടാകും. ആ ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ സമീപിക്കാം. പിന്നെ കല്യാണത്തിന് വിളിച്ചാൽ വരും, മരണമാണെങ്കിൽ വിളിക്കാതെ തന്നെ അന്വേഷിച്ചറിഞ്ഞ് വരും എന്നൊരു ബോധ്യമുള്ളതുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് സാമാന്യമായിട്ട് വിലയിരുത്താവുന്നതാണ്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഉപതെരഞ്ഞെടുപ്പിൽ അത് പൊതുതെരഞ്ഞെടുപ്പിനെ പോലെ അത്ര പ്രകടമാകുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഇടതുപക്ഷത്തിനും അതുപോലെ വലതുപക്ഷത്തിനും ഒരുപോലെ ചില പാഠങ്ങൾ നൽകുന്നുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഭരണം ഈ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ 8 മാസം കഴിഞ്ഞ്
പെട്ടി വെക്കേണ്ട താമസം ഉണ്ടാവുള്ളൂ. ജനങ്ങൾ ഈ 2003 മറ്റുമൊക്കെ ചെയ്ത പോലെ സർക്കാരിനെ ചവിട്ടി പുറത്താക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നവകേരള സദസ്സ് നടത്തി, ലോക കേരള സഭ നടത്തി, എം എൽ എമാരുടെ പെൻഷൻ വർദ്ധിപ്പിച്ചു, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഉള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു, മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു, ക്ലിഫ് ഹൗസിന് പട്ടാള കാവൽ ഏർപ്പെടുത്തി, മുഖ്യമന്ത്രിയുടെ കവചിത വാഹനത്തിൽ പീരങ്കിയും പാറ്റൻ ടാങ്കും ഒക്കെ ഉൾപ്പെടുത്തി ഇനി തുടർന്ന് ഭരിക്കാനുള്ള ഉദ്ദേശിക്കണമെങ്കിൽ അതിന് വില വളരെ കടുത്തതായിരിക്കും, കനത്ത വില കൊടുക്കേണ്ടി വരും. അതുപോലെ സാധാരണക്കാരുടെ ക്ഷേമ പെൻഷൻ തടയുക, അത് താമസിപ്പിക്കുക, സർക്കാർ ജീവനക്കാരെ പിണക്കുക, ആശാ വർക്കർമാർക്ക് തുച്ഛമായ ശമ്പളത്തിൽ ഒരു രൂപ പോലും കൂട്ടിക്കൊടുക്കുകയില്ല എന്നുള്ള ശാഠ്യം തുടരുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. പശ്ചിമ ബംഗാളിലൊക്കെ സംഭവിച്ച പോലെ കേരളത്തിൽ സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും വെൽഫെയർ പാർട്ടിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ വോട്ട് മേടിച്ച് ഭരണം പിടിച്ചു കളയാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പഴയ പോലെ നടക്കുകയില്ല. കാരണം ഇത് ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് ഇപ്പോൾ മുതൽക്ക് തന്നെ ഇടതുപക്ഷം ഉയർത്തുന്നുണ്ട്, BJP ഉയർത്തുന്നുണ്ട്, മറ്റ് തൽപര കക്ഷികളൊക്കെ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഈ മതമൗലികവാദികളുടെയും മതരാഷ്ട്രവാദികളുടെയും തീവ്രവാദികളുടെയൊക്കെ വോട്ട് മേടിച്ച് 2026 ഭരിച്ചു കളയാം എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ വിചാരിക്കുന്നതെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ്. ജനങ്ങൾ അങ്ങനെ വീട്ടികളൊന്നുമല്ല, പഴയ പോലെയല്ല. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളൊക്കെ സജീവമായതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഫോക്കസിൽ തന്നെ ഉണ്ടാകും. അതും ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവും. നിലമ്പൂർ കൊണ്ട് നേരം വെളുക്കുകയില്ല. നിലമ്പൂർ എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം മാത്രമാണ്. ഇതിന് പുറത്ത് 139 മണ്ഡലങ്ങൾ വേറെയുമുണ്ട്. അവിടത്തേക്ക് ഇലക്ഷൻ സ്ട്രാറ്റജി ഇതായിരിക്കില്ല, അവിടുത്തെ ഡെമോഗ്രാഫി ഇതായിരിക്കില്ല, വോട്ടിംഗ് പാറ്റേൺ ഇതായിരിക്കില്ല, വോട്ടിംഗ് കൾച്ചർ, വോട്ടിംഗ് ബിഹേവിയർ ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാതെ ഈ തീക്കുള്ളി കൊണ്ട് തലയുറിയുന്ന പരിപാടിക്ക് പോവുകയാണെങ്കിൽ UDF വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പാഠം എന്ന് ഞാൻ വിചാരിക്കും.